കൂട്ടുകാരെ, നമുക്കിന്ന് ഞാനിടുന്നത് ഒരു കുളിക്കുന്ന നമ്മുടെ ഒരു സോപ്പാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. കെമിക്കലൊന്നും ചേർക്കാതെ നാച്ചുറലായിട്ടൊരു ബ്യൂട്ടി സോപ്പ് നമ്മുടെ മുഖത്തെ പിമ്പിൾസും അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ തയ്യാറാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഒരു 50-55 സോപ്പിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇപ്പോൾ തക്കാളി അലോവേരയും കൂടി അരച്ചത് മിക്സ് ആക്കിയതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒലിവ് ഓയിൽ ഒഴിക്കണം. ഞാൻ തന്നെ പിടിച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓയിലിൻ്റെ അടപ്പ് തുറക്കാനും കിട്ടുന്നു. ഓക്കെ, ഒലിവ് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3-4 ഡ്രോപ്പ് ആയി കേട്ടോ. ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തു. നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇൻ്റെ ഓയിലാണ് കേട്ടോ. വൈറ്റമിൻ ഇ ഓയിൽ. ഇത് നമുക്കൊരു 3-4-5 ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കണം. ഒലിവ് ഓയിലായി, വൈറ്റമിൻ ഇ ഓയിലായി. നമുക്ക് ആൽമണ്ട് ഓയിൽ കോൽപ്പ് ഉപയോഗിച്ച് കൊടുക്കാം. ഇതാ കേട്ടോ ആൽമണ്ട് ഓയിൽ. അതത്ര മതി കേട്ടോ. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാൻ വെളിച്ചെണ്ണ എടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്മെല്ലാണ് ചേർക്കേണ്ടത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ. ഇത് എല്ലാവർക്കും വീട്ടിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം എല്ലാവരും ഇതൊന്ന് സോപ്പ് എങ്ങനെയുണ്ട്. അത് അമ്മയുടെ കോളാണ്, ഫോൺ വിളിക്കുന്നതാണ്. അത് അമ്മയ്ക്കൊരു കോള് വന്നതാണ് കേട്ടോ. ഇത് നമ്മളെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. എനിക്കിനി 2-3 തരത്തിലുള്ള സ്മെല്ലുണ്ട്. ഡവ് ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, ഇത് പിയേഴ്സ് ഉണ്ട് കേട്ടോ. ഇത്രയുണ്ട് സ്മെല്ല്. നമുക്ക് ഇതിലേതാ വേണ്ട, നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇതാക്കാം കേട്ടോ. ഇത് ഡവാണ്. എനിക്ക് 50 സോപ്പിൻ്റെ ഇതുള്ളത് കൊണ്ട് അത് ഒഴിച്ചാൽ സ്മെല്ല് കറക്റ്റായിട്ട് ഉണ്ടാവുമോ എനിക്കറിയില്ല. ഞാനതുകൊണ്ട് ലവണ്ടറിൻ്റെ ആണ് കേട്ടോ ഒഴിക്കുന്നത്. നമുക്ക് ഒരു ഏകദേശം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കാം. ഇതൊന്നും കൂടി മിക്സ് ആക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ അഡ്മിറ്റ് ആവുന്നത് എൻ്റെ ഒരു ഭാഗം ഭയങ്കര വേദനയാവില്ലേ. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെറ്റായി ഇരിക്കട്ടെ. നമുക്കിനി അടുത്തത് സോപ്പ് ആക്കേണ്ട ബേസ് ഇവിടെ ഉണ്ട്. ഇത് ഞാൻ 2 പാക്കറ്റ് ഞാൻ എടുത്ത് ഉരുകാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കൂട്ടുകാരെ. സോപ്പ് ബേസ് ഉരുകുന്നതാണ് ഇത് ഡബിൾ ബോയിൽ ചെയ്യുന്ന മെത്തേഡാണ്. ഇത് നമ്മൾ സോപ്പ് ബേസ് ഇങ്ങനെ മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു പാത്രം വെച്ച് ബോയിൽ ചെയ്തെടുക്കുക. നമ്മൾ ബേസ് അതിലേക്ക് ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഉരുകി വരുമ്പോഴേക്ക് നമ്മളിപ്പോൾ അവിടെ സെറ്റാക്കി വെച്ച സംഭവങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ സെറ്റ് ആകുമ്പോഴത്തേക്ക് ഓക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ സോപ്പ് സെറ്റാവും. ഇനി ഇത് ഉരുകട്ടെ. കുറച്ചും കൂടി ഇത് മെൽറ്റ് ആയിട്ടില്ല, മെൽറ്റ് ആവാനുണ്ട് കേട്ടോ. അതൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടി കൂട്ടുകാരെ ഇത് മെൽറ്റ് ആയിട്ടില്ല. ഇത് ഞാൻ കുറച്ചും കൂടി
സോപ്പ് ബേസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ലെവലിലായിട്ടേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ഇളക്കി കാണിക്കാം കേട്ടോ. ഒരുപാടുണ്ട്, മോൾഡൊക്കെ റെഡിയാക്കി വെക്കാനുണ്ട്. നമ്മളുടെ മോൾ റെഡിയാക്കി വെച്ചതാണ്. സോപ്പ് മെൽറ്റായി വരുമ്പോൾ മറ്റേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്കാണ് സോപ്പിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ബോയിലായത് ഡബിൾ ബോയിൽ ചെയ്ത സോപ്പിൻ്റെ മിക്സ് ഇതിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലാക്കിയാൽ പോരെ, എനിക്കിനി 2-3 പ്രാവശ്യം ആക്കിയാലേ 50-55 ആകെ ഉള്ളൂ. ഇതാകെ അത്ര വലിയ ഇന്ത്യയിൽ അത്രയേ ഉള്ളൂ ആക്കിയത്. മോൾഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചു. ഇതിലേക്ക് നമുക്ക് വാസന നല്ല വെളിച്ചെണ്ണ നമുക്ക് മിക്സാക്കി ഇതിലേക്ക് തേച്ച് കൊടുത്താൽ സോപ്പ് കുറച്ച് ഇതായിട്ട് കിട്ടും. മീൻസ് അങ്ങനെയല്ല, ഇത് വേഗം അടർത്തി, അല്ലെങ്കിലും നമുക്ക് വേഗം തന്നെ അടർത്തിയെടുക്കാൻ പറ്റും. 2 മണിക്കൂർ 3 മണിക്കൂർ ആയിട്ടുണ്ടെങ്കിൽ സോപ്പ് നല്ല മെൽറ്റായി നല്ല അടിപൊളിയായ നമുക്ക് ഹോം മെയ്ഡ് സോപ്പ്, ബ്യൂട്ടി സോപ്പ്, നമുക്ക് മുഖത്തുള്ള പിമ്പിൾസ് എല്ലാം നമുക്ക് പോകും. കൂട്ടുകാരെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബാക്കി നമുക്ക് സോപ്പ് ഇതായോന്ന് ഞാനൊന്ന് നോക്കട്ടെ, മെൽറ്റ് ആയിട്ടുണ്ടോ നോക്കട്ടെ ബേസ്. പിന്നെ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, സോപ്പ് നമ്മൾ ആക്കുമ്പോൾ ഒരു പാത്രം തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഓരോ പ്രാവശ്യം ആക്കുമ്പോൾ നമ്മൾ ഓരോ പാത്രത്തിലാക്കാതെ സോപ്പ് ആക്കാൻ ഒരു പാത്രം മാത്രം യൂസ് ചെയ്യുക. അത് ആവശ്യം കഴിഞ്ഞാൽ അത് കഴുകി കമത്തി ഭദ്രമാക്കി എടുത്ത് വെക്കുക, അടുത്ത ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതായിട്ടില്ല, ഇത് നമ്മൾ നേരത്തെ ഞാൻ ആക്കി സെറ്റാക്കി വെച്ച തക്കാളി ഇതെല്ലാം കൂടെ മിക്സ് ആക്കി വെച്ച സംഭവമാണ്. അത് ഞാനൊന്ന് ഇങ്ങോട്ടേക്ക് സ്പൂൺ എടുത്തിട്ട് ഒറ്റൊരു സംഭവങ്ങൾ മാത്രമേ എല്ലാം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു പ്രാവശ്യം ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് മെൽറ്റായി കിട്ടും. ഇത് കുറച്ചും കൂടി ആവണം, ഇതായിട്ടില്ല, അടിയിലേക്കുള്ളത് മാത്രം ഉരുകിയിട്ടേ ഉള്ളൂ. ഇത് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കുത്തി ഇതാക്കി ഇളക്കി കൊടുക്കണം. കണ്ടോ, എനിക്കിനി കുറേ ഇതിനകത്ത് ഉരുകാനുണ്ട്. ഇത് പക്ഷേ വേഗമാവും, ഒന്നുമില്ല. ഇത് ഞാൻ വെറുതെ, എനിക്ക് അലോവേര ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ വെറുതെ എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാം. നമുക്ക് കെമിക്കലില്ല. സാധാരണ നമ്മൾ ഇത്രയും നാളും മറ്റേ സോപ്പ് വാങ്ങി ഉപയോഗിച്ചു. അപ്പം എൻ്റെ ഐഡിയയിൽ തോന്നിയ ഒരു ഇതിൽ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വെറുതെ ഹോസ്പിറ്റലിലായാലും ഞാൻ അവിടെ കൈ കഴുകാൻ കൊണ്ട് കൊടുത്തു വെച്ച് സ്മെല്ലൊക്കെ അറിഞ്ഞപ്പം നല്ല സോപ്പിൻ്റെ ക്വാളിറ്റിയും കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എനിക്ക് സോപ്പിന് നല്ല ചിലവുണ്ട്. നമ്മൾ ആക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമുക്ക് സോപ്പ് ചിലവാകുന്നത്. കുറേ ആൾ നമ്മുടെ വീടിനടുത്തൊക്കെ ആക്കുന്നുണ്ട്, പക്ഷെ അവർ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആക്കുന്ന സംഭവങ്ങൾ എന്തായാലും എല്ലാവരെയും കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്കിത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഇത് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. ഉണ്ടോ, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ 10-55 സോപ്പിന് ഓർഡർ ഉണ്ട്. അപ്പോൾ കുറച്ചായി ഇപ്പം ഞാൻ ആക്കിയിട്ട്. എന്താ വെച്ചാൽ എനിക്ക് നടുവേദനയൊക്കെ ഭയങ്കര ഹെവി ആയിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ കുറേ ആയിട്ട് ആക്കാറുണ്ടായിരുന്നില്ല. ഇപ്പം നാളത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പം ആദ്യം വിളിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളെ നോക്കിയിട്ട് ആൾക്കാർക്ക് നമ്മളിലുള്ളൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ അവർ പറയുന്നുണ്ടാവുക. അത് നമുക്ക് സുഖമില്ലെങ്കിൽ സാരിയില്ല, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വേഗം തന്നെ ആവും കേട്ടോ. ഇത് ഇത്ര പോലെയായി. ഇനി ഒരു കുറച്ച് സമയം കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് വേഗം മെൽറ്റായി കിട്ടും. മെൽറ്റായി കിട്ടിയാൽ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ തക്കാളി, അലോവേര, ആ മിക്സ് എല്ലാം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 2 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മെൽറ്റ് ആവട്ടെ. ഒന്നുമില്ല കൂട്ടുകാർ, എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കെമിക്കൽ സോപ്പ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കി നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന നാച്ചുറലായി എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതിലൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ ആകെ. എല്ലാവരും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളുടെ ഇതായി ഇത്രയായി വന്നിട്ടുണ്ട്, മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിന് കുറച്ചും കൂടി ഒന്ന് വേണേ, ഒരു സ്വല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്കിത് മൊത്തം മെൽറ്റായിട്ട് കാണാം. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. കുറച്ച് നമുക്ക് മെനക്കേടുണ്ട്, എന്നാലും നമുക്ക് മനസ്സിനൊരു ഹാപ്പിയാണ്. നമ്മൾ തന്നെ സ്വയം നമ്മുടെ കൈയും കൊണ്ടാക്കുന്ന സോപ്പ് തേച്ച് കുളിക്കുമ്പോൾ ഒരു പ്രത്യേക
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇത് മെൽറ്റായി വരുന്നുണ്ട്. ചെറിയ ചെറിയ കട്ടകൾ ഉണ്ട് കേട്ടോ, അത് ഇപ്പോൾ ഉടഞ്ഞില്ല, മെൽറ്റായി വരും. ഇതുണ്ടോ, ഇതാ ഈ ഒരു രീതി. നമുക്ക് മെനക്കേടുണ്ട്, എന്താ വെച്ചാൽ അലോവേര പറിച്ച് അതിൻ്റെ കറ കളഞ്ഞ് അത് മുറിച്ചിട്ട് നമ്മൾ രാത്രിക്ക് അത് അതിൻ്റെ അലോവേരയുടെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കും. പിറ്റേ ദിവസം തക്കാളി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് രണ്ടും കൂടെ മിക്സായി അരച്ചെടുക്കും. അത് അരിച്ചെടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് കണ്ണാടി പോലുള്ള സോപ്പ് റെഡിയാവുള്ളൂ. പിയേഴ്സ് മോഡൽ സോപ്പ്, കെമിക്കലൊന്നും ചേർക്കാത്തത്, നമുക്ക് എന്ന് ഉണ്ടാക്കിയാൽ ഇന്ന് തന്നെ തേച്ചിട്ട് കുളിക്കാൻ പറ്റുന്ന സോപ്പാട്ടോ. പതക്കായിട്ടൊന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് സോപ്പ് റെഡിയായതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും നിങ്ങൾ ചേർക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ആകെ അത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശമല്ല, മൊത്തം മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് ഇതായിട്ട് ഇത് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊരു കുറച്ച് 2 സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒട്ടും വേസ്റ്റ് ആക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു തുള്ളി പോലും കളയാതെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെനക്കേട് ഓർക്കുമ്പോൾ ഒരു തുള്ളി പോലും കളയാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല, ഭയങ്കര സങ്കടം. ഇത് കണ്ടോ, നമുക്കിത് ഈ കളറാണ് കേട്ടോ. നമ്മൾ സോപ്പ് ആകുമ്പോഴത്തേക്ക് നല്ല എന്താ പറയാന്നറിയില്ല, നല്ല, നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സെറ്റായിട്ട് അടിപൊളി, പിയേഴ്സിനെക്കാട്ടി നല്ല സെറ്റായ സോപ്പ് നമുക്ക് റെഡിയായി കിട്ടും. 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. വേണ്ടോ, ഇതിപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ സംശയം ഉണ്ടാവും, മുകളിലുള്ള പതയൊക്കെ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, സാരിയില്ല. അത് അല്ലെങ്കിൽ ഇത് സ്പൂണ് വെച്ചിട്ട് നമുക്ക് കോരി കളയണമെങ്കിൽ കളയാം. ആൽക്കഹോളൊക്കെ ഉപയോഗിച്ചിട്ട് പത കളയാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഒന്നെങ്കിൽ സ്പൂണ് കൊണ്ട് കോരിക്കളയും, മുകളിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഉള്ള പത ഒന്നെങ്കിൽ അങ്ങനെ കോരിക്കളയും, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, പതയല്ലേ, വേറൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ തന്നെ, ഒന്നെങ്കിൽ ഞാൻ അങ്ങനെ വെക്കും. ആൽക്കഹോൾ ഒന്നെങ്കിൽ യാതൊരുവിധ കെമിക്കലും ഇല്ല കേട്ടോ. ഇതൊന്നും എല്ലായിടത്തും കുറച്ച് വലിയ പാത്രത്തിലല്ലേ ആക്കിയിട്ടുള്ളത്, അതുകൊണ്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇളക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ഇത് നമ്മളിത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഒറ്റയ്ക്ക് ഒഴിക്കാൻ പറ്റൂല, അമ്മേനെയും കൂടെ കൂട്ടിയിട്ട് വേണം ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിനി ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒഴിക്കട്ടെ കേട്ടോ. കൂട്ടുകാരെ, ഇത് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് എന്താ സെറ്റായി 2 മണിക്കൂറിന് ശേഷം സെറ്റായി കഴിയുമ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സോപ്പിൻ്റെ വലിപ്പം 110 ഗ്രാം ഉണ്ട് കേട്ടോ ഒരു സോപ്പ്. അത്ര വലിയ സോപ്പാണ്. എല്ലാത്തിലും ഒഴിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല, ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സോപ്പ് സെറ്റായിട്ട് നമുക്ക് കാണാം കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഗായ്സ്, ഇതാ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. തക്കാളി നേരത്തെ നമ്മൾ ഒഴിച്ച് വെച്ചില്ല, ആ സോപ്പ് റെഡി ആയതാണ് കേട്ടോ. ഇത് നല്ല സൂപ്പർ സോപ്പാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ സോപ്പ് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇനിയും ഞാൻ ഇതേപോലത്തെ വീഡിയോകളുമായിട്ട് ഓടി വരാം. ഓക്കെ, ബൈ.